വൈകുന്നേരം വൈകി നമ്മൾ അപ്പോൾ സാമീൻ്റെ അഡ്മിൻ അബ്യൂസ് എത്തിയിട്ടുണ്ട്. ഐ മിസ് ഡൂയിങ് അഡ്മിൻ അബ്യൂസ്, ശരിയാണ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഈ നാസ് ഉണ്ട്, പക്ഷെ അവൻ വീഡിയോ എടുക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ട് കേട്ടോ. അവൻ വരുവേക്കാരം വേറെ എഴുത്തിനും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സ്പിന്നെ അല്ലേ, ഫാൻറ്റം വീൽ. ബിസ്മില്ല. വാടാ 1.2 മില്യൺ. ഓക്കെ, ഗുഡ്. ഫസ്റ്റിന് ലക്കൊക്കെ കൂട്ടി തുടങ്ങി കേട്ടോ. അതാ അവൻ എത്തിയിട്ടുണ്ട്. ആൻ്റണി എത്തിയിട്ടുണ്ട്. അവിടെ ഇനി ഉള്ളിൽ പോയിട്ടില്ലല്ലേ. ഐ വുഡൻ ബി ഡൂയിങ് കോഫിൻ സ്നാപ്സ് ബട്ട് ഐ കാൻ ഹാവ് ടു. ഓക്കെ, the snap is to Brazil getting the W good. കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ സോങ് ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ എന്തൊക്കെ കോപ്പറേറ്റ് ഇഷ്യൂ ചെറുതായിട്ട് ഉണ്ടായിരുന്നായി. അതുകൊണ്ട് അവൻ ഇപ്രാവശ്യം സോങ് ഒന്നും വല്ലാതെ വിടുന്നില്ല. പിന്നെ സ്നാപ്പ് ചെയ്തു കേട്ടോ, ബബിൾ ഗം മെഷീൻ ആക്ടിവേറ്റ് ചെയ്തു. തുടങ്ങി മച്ചാന്മാരെ, പരിപാടി തുടങ്ങി. ഈ സാമിൻ്റെ കമ്പ്യൂട്ടർ ഇല്ലേന്നോ, ആ കമ്പ്യൂട്ടറിൽ നോക്കുന്നത് അത് ഫുള്ള് ഇപ്പോൾ ഇതായിട്ടുണ്ട്. 15 മിനിറ്റ് ഫ്യൂസ് മെഷീൻ എക്സ്ട്രാ. ഓക്കെ, അപ്പോൾ അത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, 100% ആയിട്ടുണ്ട്. അപ്പോൾ അതിലാണ് അഡ്മിൻ അബ്യൂസ് വന്നിട്ടുള്ളത്. നമുക്ക് സ്പിന്നിങ് ഉണ്ടോ നോക്കാം. ഒരു സ്പിന്നിങ് ഉണ്ട്. എന്തെങ്കിലും ലക്ക് ഉണ്ടാവോ? ഇല്ല, പഴയ എന്തെങ്കിലും ലക്കില്ല. എവിടേക്കൊക്കെയാണ് ഇത് ഇവർ വിടുന്നേ? അടിച്ചാണ് വിടുക കേട്ടോ. പിന്നെ ട്രേഡിലും എന്തൊക്കെ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്, ശരിയാണ്. ഗൈസ്, സാമിൻ്റെ പൈസ വന്നിട്ടുണ്ട്. ബ്രെയിനോട് ലക്കി ബ്ലോക്ക് എന്താ ചിള്ള് സാധനങ്ങളവിടെ പറത്തി വിടാണോടാ. ഇവിടെ ടാക്കോ ലക്കി ബ്ലോക്ക് ഉണ്ട്, അത് ലോസ് കൊണ്ടുപോയി. ഇനി ഇതുണ്ട്, ഇത് നമുക്ക് കൊണ്ടുപോകാം. ചെറുതായിട്ട് ഇഷ്യൂ ഉണ്ട് തോന്നുന്നുട്ടാ. നമ്മളെ ബേസ് ഇപ്രാവശ്യം എവിടെ ഉള്ളത്? എടാ അടിച്ചിട്ടടാ 8 കാലി. ഇത് അവനെ കൊണ്ടുള്ള കഷ്ടതാണ് ഇപ്രാവശ്യം. ഇവന്മാര് എടുക്കാൻ നിൽക്കുന്നില്ലട്ടാ. സാമിൻ്റെ ഓരോ സാധനം കയറ്റി വെച്ചിട്ട് ഇപ്പം പോടവൻ്റെ ബേസ് പറക്കാണല്ലടാ. നമ്മളെ ബേസ് പ്രാവശ്യം ആ അറ്റത്തായതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും എത്താൻ. അപ്പോൾ ഇവന്മാരടിച്ചിടും. പോയടാ, ബേസ് എടുക്കാൻ പറ്റിയില്ല. പിപ്പയ്ക്ക് മനുഷ്യരെ പേടിച്ച് നല്ല ആദ്യം കിട്ടി വെച്ചിട്ട്. നെക്സ്റ്റ് വീക്ക് വിത്ത് ദ ട്രേഡ് ഹബ്. ഓക്കെ, സമ്മർ ബേസിന് 18 ആൾക്കാരെ ക്ലെയിം ചെയ്യാൻ നമുക്ക് സമ്മർ ബേസ് അൺലോക്ക് ചെയ്യാൻ പറ്റൂലേ? ശരി, ആ 18 ആൾക്കാർ കിട്ടണം. ഒരുത്തിനെ പോലും ഇപ്പോഴും കിട്ടിയിട്ടില്ല തോന്നുന്നു. തീർച്ചയായും ഇല്ല, ഒരുത്തിനെ ഇപ്പോഴും കിട്ടിയിട്ടില്ല. നമ്മൾ 18ഓളം ക്ലെയിം ചെയ്യണമെന്നാണ്. ഇവനൊക്കെ നമുക്ക് റീബർത്തിന് ആവശ്യമുള്ള ആൾക്കാരാണ്, അതുകൊണ്ടാണ് വാങ്ങിച്ചേക്കുന്നത് എന്നാ തോന്നുന്നത്. റീബർത്തിന് ആവശ്യമുണ്ട് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ ലക്കി ബ്ലോക്ക് പോലും തുറക്കാൻ പറ്റില്ല കേട്ടോ.
ആരാ വന്നേ? ഒക്ടോ ലക്കി ബ്ലോക്കോ? ആട്ടെ പ്രാവശ്യത്തെ ലക്കി ബ്ലോക്ക്. എടാ മ്യൂട്ടേഷൻ അടിച്ച് മ്യൂട്ടേഷൻ അടിച്ച്. അതവിടെ എടുക്കട്ടെ കേട്ടോ. ഇത് രണ്ട് ഞാൻ എടുക്കുകയാണ്. അവിടെ കോഫിൻ തുന്തു സഹോറാണോ? അല്ല സാമി തന്നെ. ഞാൻ ചോദിച്ചു തൂന്തു സഹോർ തിരിച്ചു തന്നോന്ന്. തൂന്തു സഹോറിനെ കൊടുന്നാണെന്ന്. പക്ഷെ സാമി കോഫിന്ന് വന്ന് സ്നാപ്പ് ചെയ്താണ്. ഇവിടെ സ്പൈഡർമാൻ്റെ മോന്തം എനിക്ക് കണ്ട പോലെ തോന്നി. സാമി സ്പോൺ ഈ സ്പേസ്. ഓക്കെ സാമി ബേസ് സ്പോൺ ചെയ്തിട്ടുണ്ട്. എടാ ഈ സാമി സ്പോൺ ചെയ്യുന്ന സമയം നോക്കി. ഇമാതിരി ഓരോ ഇതിങ്ങനെ ഓരോ സാധനം അടിക്കുന്ന സമയത്ത് തന്നെയാണ്. എടാ പിന്നെ വേറെ കാര്യം, സാമി 10x ലക്ക് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കിട്ടുമോ നോക്കാം. എടാ അതിലങ്ങ് കൊണ്ടാ പെട്ടടാ, അതാണ് പ്രശ്നം. തുറന്നു നോക്കാം എന്താ കിട്ടണമെന്ന് നോക്കാം. കുഴപ്പമില്ല. 1 മില്യൺ പോലും ഇല്ല. പക്ഷെ ക്ലോസ് ആണ്. സീക്രട്ട് 1.9 മില്യൺ. ഓക്കെ ദാറ്റ്സ് ഗുഡ്. ഒരു സീക്രട്ട് കിട്ടിയിട്ടുണ്ടോ? സാമി സ്റ്റിൽ ഓപ്പൺ ദിസ് ബേസ്. ഓവർ സ്പീഡാണ് എടുക്കണമെങ്കിൽ. അവിടെ എടുക്കാത്ത തന്നെയാണ് നല്ലത്. ഇവിടെ എന്താ ലോസ് ലക്കി ബ്ലോക്കൊക്കെ തറ അഡ്മിൻ്റെ ടാക്കോ ലക്കി ബ്ലോക്കൊക്കെ അവിടെ. ബേസിലെത്തിയെന്ന് അവൻ അടിച്ചിട്ട്. അവൻ പറയുന്നത് നമ്മളെ ചെക്കൻ സ്പൈഡറാണ് കേട്ടോ. സാമിൻ്റെ സ്പൈഡർമാർ. ഇതൊക്കെ ഇപ്പോൾ പബ്ലിക്കിൽ കളിക്കുന്നുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. എത്ര ആൾക്കാരെ മിസ് ചെയ്യാലേ. കോഡീസ് സമ്മറോ? ഇവിടെ കോഡ്സിൽ സമ്മർ അടിച്ചെടുത്താൽ മതിയോ? ഇൻവാലിഡ് കോഡ്. അപ്പോൾ അതിലേക്കാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ലക്കി ബ്ലോക്ക് പോകുന്നൊക്കെ ശ്രദ്ധിക്കണമല്ലോ ഇതിനുള്ളിൽ. ഇപ്പം ഞാൻ സൗണ്ട് കുറച്ച് വെച്ചോണ്ട് ലക്കി ബ്ലോക്ക് പോവുകയാണെങ്കിൽ അറിയില്ല. അതാണ് പ്രശ്നം. ഇപ്പം എത്ര ലക്കാണ്? ലക്ക് നല്ലോണം തന്നെ ഉണ്ടല്ലേ. 10x ലക്ക് ഇനിയുണ്ട്. ഇപ്പോഴും 10x ലക്ക് തന്നെയാണ്. സെക്കൻഡ് നിലയിൽ പോയി കണ്ട് നമുക്ക് ഒന്ന് ലക്കി ബ്ലോക്ക് തുറന്നു നോക്കാം. ലോസ് സഹോറിൻ്റെത്. സഹോറിൻ്റെ ലോസ് വേഷം. ലൈവ് സ്പോണിങ്സ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എടാ ജോൺ പോർക്കിൻ്റെ ഗോൾഡ് വേർഷനൊക്കെ സ്പോണാടേ. ഇതൊക്കെ ഇവിടെ സ്പോൺ ആയിക്കോടാ. ഇമാതിരി നല്ല നല്ല ആൾക്കാരൊക്കെ. എന്താടാ ഇതിൽ ഫുൾ OGs കാണിക്കുന്നുള്ളൂ തോന്നുന്നു കേട്ടോ. നമ്മളൊക്കെ ബാക്കിക്കിടെ ആലോചിച്ചവിടെ എത്ര സെർവറിലൊക്കെ ജോൺ പോർക്കൊക്കെ വരെ സ്പോണാണ്. നെക്സ്റ്റ് വീക്കെൻഡ് ഐ ഗീവ് സ്റ്റഫ് ഓൾസോ. സ്പീക്കിംഗ് ഓഫ് ഇവ നമുക്ക് എടുക്കാം. ക്യാപ്പുച്ചിനോസിന് നമുക്ക് ഇൻഡെക്സ് കൂടാൻ വേണ്ടിയിട്ട്. ഇവിടെ അഡ്മിൻ ലക്കി ബ്ലോക്ക് ഉണ്ടല്ലോ തുറക്കാൻ. അവിടെ ഇവിടെ ഫുൾ ലക്കി ബ്ലോക്ക് കയറ്റി വെച്ച് കാണാടെ. ഇവിടെ ആരെ കിട്ടി? അയ്യോ
ഇല്ല അത് നമുക്ക് കിട്ടിയതല്ലേ. എടാ നെക്സ്റ്റ് സീക്രട്ട് ലോസ് റൈഡേഴ്സ്. എടാ മ്യൂട്ടേഷൻ അടിച്ച് നീ മില്യൺസ് പെർ സെക്കൻഡ് ആയാൽ മതിയായിരുന്നു മ്യൂട്ടേഷൻ അടിച്ചിട്ട്. യെസ് 1.9 മില്യൺ പെർ സെക്കൻഡ്. യാ ഇല്ല ഫുള്ള് വർക്കായിട്ടില്ല. ഇവിടെ കോഡ് എല്ലാവർക്കും വർക്കായെന്ന് ചോദിക്കുകയാണ്. സപ്പോസ് ടു വർക്കാണ്. ശരിയാണ് വർക്കാവേണ്ടതാണ്. ഞാൻ അപ്പം തന്നെ അടിച്ചു നോക്കിയിട്ടുണ്ട്. കോഡ് ഫോർ ഒക്ടോ ലക്കി ബ്ലോക്സ്. ഓക്കെ പെട്ടെന്ന് പറ ഒക്ടോ. ഓക്കെ ഇവിടെ സാമി പറഞ്ഞ് ഫുള്ള് ശ്രദ്ധിക്കണം കേട്ടോ. റെഡീമിങ് 555 അതാണോ കോഡ്? ഒക്ടോ ലക്കി ബ്ലോക്സ് 555. ഇൻവാലിഡ് കോഡ്. നമുക്ക് കണ്ടോ പരമാവധി ഇത് കൂട്ടാൻ നോക്കണം കേട്ടോ. ഇപ്പോൾ ആകെ 2 നമുക്ക് കിട്ടിയിട്ടുള്ളൂ. 2 സീക്രട്ട്. ആ സീക്രട്ട് ഇതല്ലേ? അപ്പോൾ ഇതത്തും അല്ല, സമ്മർത്തല്ല എനിക്ക് കിട്ടിയ ആ സീക്രട്ട്. എടാ പലരുടെ സ്പോണായത് വീണ്ടും ജോൺ പോർക്കനല്ലേ? ഫ്യൂസ് മെഷീൻ ഇപ്പോൾ നല്ല ലക്ക് ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് കുറച്ച് ആൾക്കാർ. ലെറ്റ്സ് സീ ഹൗ ഫാസ്റ്റ്. ഓ പവർ ലക്ക്. ഇതാ വാങ്ങിക്കണോ? 15 മിനിറ്റ് കാത്തുക്കേണ്ടി വരും. വാങ്ങിക്കാം. എനിക്ക് ലേറ്റസ്റ്റ് ആരെയും കിട്ടിയാൽ നോക്കില്ല കേട്ടോ. അങ്ങനെ അത് എടുക്കായിരുന്നു. തുറന്നിട്ട് ചിലതൊന്നും. എടാ പൈക്ലത്തേറിയനെ 6 മില്യൺ പെർ സെക്കൻഡ്. ഓക്കെ അതൊക്കെ എപ്പോഴാണ് കിട്ടി? നമ്മൾ കോഡ് അടിക്കുന്ന സമയത്തേക്ക് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? എടാ സാമി ഒന്ന് സ്നാപ്പ് ചെയ്തിട്ടുണ്ട്. മ്യൂട്ടേഷൻ റെയിൻ. ദാറ്റ്സ് ഗുഡ്. അപ്പോൾ നല്ല മ്യൂട്ടേഷൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതേ ബബിൾ ഗം മെഷീനും ഹിയർ സം ഒക്ടോ ലക്കി ബ്ലോക്ക് അത് ആരും എടുത്തോട്ടെ കേട്ടോ. അത് ഞാൻ എടുക്കാമല്ലേ? എടാ മ്യൂട്ടേഷൻ അടിച്ച് യാടാ. പക്ഷേ ഇതിൽ കയറാൻ നോക്കിയാൽ തീന്നടാ. വാങ്ങിച്ച് കളിക്കല്ലേ? എടാ നല്ല മ്യൂട്ടേഷൻ അടിക്കുന്നുണ്ട് കേട്ടോ ഒന്നിന്. അവിടെ ഇതും കാണാം. അറിയാട്ടാടാ. സോറിടാ എനിക്ക് വേണമായിരുന്നടാ. നമുക്ക് ആ ലക്കി ബ്ലോക്ക് തുറന്നു നോക്കാം കേട്ടോ. നല്ല മ്യൂട്ടേഷൻ അടിച്ച ഒന്നുണ്ടായിരുന്നല്ലോടെ. താഴത്ത് കയറിയത് ഇല്ലല്ലേ? തുറന്നു നോക്കാം. ഓ എത്രടാ? 2 മില്യൺ പെർ സെക്കൻഡാ? 23 മില്യൺ പെർ സെക്കൻഡാ? മേഘത്തെ ടാക്ക് എടുത്ത് കാരണം കാണുന്നില്ല.
ഓ നല്ല ഉണ്ട് എന്നാല്. എനിക്ക് തോന്നുമ്പോൾ നല്ല ലക്കി ബ്ലോക്സ് കൂട്ടിച്ച് തുറക്കാനുള്ള പ്ലാൻ ആട്ടാ. നമ്മളിപ്പോ ഓൾറെഡി വോയിസിൽ നിൽക്കുകയാണ്. ഇവിടെ ട്രാക്ടർ ഡാൻസർ ചെയ്യുന്നുണ്ട്, മ്യൂട്ടേഷൻ അടിച്ചാൽ മതിയെന്നു. ട്രിപ്പി ട്രോപ്പി വന്നു. ട്രിപ്പാ. ഞാൻ കുറച്ച് ആൾക്കാർ ഒഴിവാക്കട്ടെ ആവശ്യമില്ലാത്ത. മച്ചാൻ ബോട്ടില് ഔറ ഫാമിങ്ങിൽ വരിക അല്ലേ. ഇതിലിപ്പോ ഇപ്പൊ കൊറേ ട്രീറ്റ് ഉണ്ട്. ഞാൻ ആ കൂട്ടത്തിൽ ബോട്ട് കയറിക്കട്ടെ. ഇതിലാണ് എനിക്ക് മറ്റേ പാപ്പിനെ കിട്ടിയത്. ഒരു പാപ്പിട്ടില്ലേ. എടാ നമുക്ക് വാങ്ങിച്ച് കളിക്കട്ടാ. എടാ എന്നോടേ നമുക്കിത് വാങ്ങിച്ച് കളിക്കാം. ഇത് എടാ വാങ്ങിക്ക്, ഈ പാമ്പിന് വാങ്ങിക്ക്. അപ്പൊ ട്രേറ്റ് അടിക്കട്ടെ അങ്ങനെ. admin only brains for phantom index. എടാ അതിന്റെ ടോഗിൾ ചെയ്യടാ, ഒന്ന് കയറിയോട്ടെ. ഞാന് ടോഗിൾ ചെയ്. അത് തുറന്നോളൂ. നല്ല ടോഗിൾ ചെയ്താണ്. പിന്നെ പരമാവധി സമ്മറിന്റെ ആൾക്കാരെ ഒപ്പിക്കാൻ നോക്കിക്കോട്ടാ. തുറന്നുകൂടാണ്ട്, തുറന്ന് വിട്ടോ. നമ്മള് ഇന്നാളെ എന്താ ചെയ്തെന്ന് അറിയോ? 30 ലക്ക് അല്ലേ ഗോട്ടാ? നീ തുറന്നു, ഞാൻ താഴത്ത് നോക്കിണ്ടിരിക്കാന്ന്. നല്ലാരും കിട്ടിയാ? ഫാന്റസ്പിന് 3 ഒരുമിച്ചിട്ടാ. എടാ ഫാന്റസ്പിന് ഒരുമിച്ച് 3. 4 സ്പിന്ന് ഫാന്റത്തിന്റെ. ഇല്ല ലക്ക് ഇഞ്ഞുണ്ട്, 1 ഇൻറ്റു ഉണ്ട്. നാളെ ഉണ്ട്. അടുത്ത ട്രാക്ടറിന് വരുന്നുണ്ട്. ട്രാക്ടറോ എൻ്റെ അടുത്ത് വന്നേ. കോട്ട് ഓവോ അടിച്ചു വന്ന്. അതെ വലിയ ഇതില്ല. പക്ഷെ അതിന് 1 മില്യൺ പെർ സെക്കൻഡ് പോലും ആയിട്ടില്ല. അവിടെ ടാക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് നോക്കി ഏതൊക്കെയാണ് മ്യൂട്ടേഷൻ അടിക്കേണ്ടത്. ഡയമണ്ട് ആണ് ഓൾറെഡി. എടാ ആ ടാക്ക് പോയി മൂഞ്ചിക്കണേ. എടാ അവിടെ ഡുൾഡുളുടെ ഇത് ഇനാഗുറേഷന്. അത് ഡുൾഡുൾ ഇനാഗുറേഷൻ ഇവന്റ്. ആ ടാക്ക് ഡയമണ്ട് ഒന്ന് പോകുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് കാണിച്ചിട്ടില്ല. ഒരു അഡ്മി വരുന്നുണ്ട്. ഞാൻ അഡ്മിലാക്കി നടക്കാം. ഡുൾഡുള് പോയാ? എടാ അത് ഇതാണ് ഇനാഗ്രേഷൻ പരിപാടിക്ക് ചെയ്ത് പോയതാണ് അവര്. അത് ചെടുത്തോ. ഞാൻ ഈ അഡ്മി ഞാൻ എടുത്തോളാം.
വേറെ അടിമി വരുന്നുണ്ട്. എടാ അടിമീൻ്റെ ചറപറയാണ് ഇപ്പോ. എടാ അടിമീൻ്റെ ചറപറ ലക്കി ബ്ലോക്സ് തരുന്നേ. എടോ ചെങ്ങായി ഇരുട്ടാക്കി. ഓ ഇന്റെ വേസ്റ്റ് സ്ഥലമില്ലാന്നോ? എടാ ഇരുട്ടാക്കിയടാ. എടാ ലക്കി ബോക്സ് എടുക്കടാ. അതാ പറഞ്ഞ് കൊട്ട കണക്കിന് എന്നതാ 25 ലക്ഷം ലക്കോ. പിന്നെ വേണ്ടാണ്ട് ഞാൻ വാങ്ങിക്കാം. എവിടെ അറ്റത്തെത്തിയാ? വീണ്ടും ട്രേഡ് അടിച്ച്. ഉള്ള ലക്കി ബ്ലോക്ക് ഫുള്ള് പോയി തുറന്നോളൂ. ഇവരാദ്യം ബേസിക്ക് വീട്ടാണെങ്കിൽ ലക്കി ബ്ലോക്ക് വെക്കാം അല്ലേ? അത് ശരിയാണല്ലോ. പക്ഷെ അപ്പോൾ ബേസ് സ്ഥലം കളിയാക്കണം. ലക്കി ബ്ലോക്ക് വന്നു കൊടുക്കാന്നെനിക്ക് കളിയാക്കണം. പിന്നെ ചിക്കിളത്തര ബൈക്കിൾത്തരേ ഞാൻ ലക്കി ബ്ലോക്ക് തുറന്ന് വിൽക്കട്ടെ. വാങ്ങിക്കണേ പറ്റുമെങ്കിൽ വാങ്ങിച്ചോ. എടാ കേറിയതാ എൻ്റെ. എടാ പോടാ. 38 മില്യൺ പെർ സെക്കൻഡ്. എടാ സൈബർ ഐറ്റം. എടാ കേറിയത് ഏതാ നോക്കടാ. ഈ ലെജൻഡറി എൻ്റെ അടുത്തേക്ക് വാങ്ങിച്ചത് ഞാന് 38 മില്യൺ പെർ സെക്കൻഡ്. ചിക്ലത്തേര ബൈക്കിലത്തേര പോയടാ. 25 ലക്ഷം ലക്ക് കൊടുന്നോ? ആ കൊടുക്കണം തീർത്ത് വിടാനേ ലക്കി ബ്ലോക്സ് മൊത്തം. എന്താ അവസ്ഥയുടെ 38 മില്യൺ പെർ സെക്കൻഡിന്ന്. ചിച്ചുണ്ണികളെ കൊണ്ട് $2.3 മില്യൺ 2.3 കിട്ടി. 100 വെറുതല്ല. ഇവന്മാരാണ് എൻ്റെ വേസ്റ്റ് സ്ഥലം ഫുള്ള് കളഞ്ഞല്ലേ. അവനെ കണ്ടറാ. അടുത്ത 24 ആവശ്യം ആളല്ലേ. നാണേ ഏറ്റവും കുറച്ച് ഫിഷ് ചെയ്യട്ടെ. ഇപ്പൊ തോന്നുന്നു പഴമിലെ പൈസ തീരാനായി തോന്നുന്നു. പിന്നെ ആൻറ്റണി ടോഗിൾ ചെയ്തില്ലേ? ഞാൻ അവൻ്റെ പൈസ ഒരാളെ കാണിച്ചു തരാം. അപ്പം കണ്ടോ ബനാനീട്ടോനെ 90 മില്യൺ പെർ സെക്കൻഡാണ്. ഇവനെ നമുക്ക് ഒരു ട്രേറ്റ് അടിച്ചിട്ട് അത് മാത്രമേ അടിച്ചിട്ടുള്ളൂ. പിന്നെ ബേസ് വാല്യൂ തന്നെയാണ് അതിൻ്റെ. പിന്നെ എനിക്ക് കുറച്ച് വേറെ ആൾക്കാർ കിട്ടി നമ്മുടെ ഫ്രീ ആലേ. പിന്നെ എന്ത് ചെയ്തു, എനിക്കൊരു ചിക്ലത്തേര ബൈക്ലത്തേരനെ കിട്ടിയിട്ടുണ്ടായി. ഇവനെത്ര 31 മില്യൺ പെർ സെക്കൻഡ്. പിന്നെ അതാ ഡുള്ള 5.6 മില്യൺ പെർ സെക്കൻഡ്. ഇവൻ എത്ര ഇപ്പോഴും മനസ്സിലാവില്ല. ഇവർ 23 മില്യൺ പെർ സെക്കൻഡാണ് കേട്ടോ. പൈസ കളയുമ്പോൾ നേരെ ഡയറക്റ്റ് 304 ആവുന്നത്. പിന്നെ 1.4 ഇതൊക്കെ വിൽക്കണം ചിലപ്പോൾ അതിന്. അപ്പോൾ ഇവൻ്റെ തീരാനൊക്കെ തോന്നണേ. അപ്പോൾ മങ്ങിയ കളിക്കുകയാണ്. ഇപ്പോൾ ബബിൾ മെഷീൻ 6 സെക്കൻഡും കൂടി ഉള്ളൂ. ഇനിയിപ്പോൾ അത് പോയി ഞാൻ അടുത്ത് വരുമെന്ന് അറിയില്ല. ബബിൾ മെഷീൻ പോയി.
ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ആവാണെ എടുത്തോ. ഓ ഇവിടെ എത്ര മില്യൺ ഉണ്ടായിരുന്നു? 4.8. സംഭവം അവൻ വാങ്ങിക്കാൻ പറഞ്ഞ അവൻ്റെ പൈസ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു വെച്ചു. ഇത് പിന്നെ എൻ്റെ തന്നെ കേട്ടോ, 3.4. അത് ഇപ്പല്ലേ അഡ്മിൻ ഓഫീസ് തീർന്നിട്ടില്ല. ആ സമ്മറിൻ്റെ തെങ്ങും കുന്നാണ്ടൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഇപ്പം പ്രത്യേകിച്ചൊന്നും നടക്കണില്ല. പക്ഷെ പൈസ പിന്നെ ഒന്നാമത് ത്രലയിലില്ലായിരുന്നു, പിന്നെ പൈസ ഇല്ല. എന്ത് സാമിയ അതിൻ്റെ ഉള്ളില് അതിൻ്റെ ഫ്രീ സ്പിന്നോ? ആ ഫ്രീ സ്പിൻ അതിൽ കൊടുത്തിട്ടുണ്ടാവില്ല. അത് എവിടെ അതെവിടെയാണ്? ഇതിലൊക്കെ തൊപ്പിയിട്ടാണ് നിൽക്കണത്, അതുകൊണ്ട് അറിയില്ല. അതിമ്മ ഫ്യൂസ് കൊടുക്കാല്ലേ. ഞാൻ പോയി ഇട്ടൊക്കെയാണ്, വേറെ കൊടുക്കാനില്ല ഇപ്പോൾ തൽക്കാലത്തിൽ. പൈസ ഇപ്പോൾ കുറേ കോഴി കിട്ടുന്നുണ്ട്. ആ ടോൾ കേട്ടെ, ഞാൻ അതിന് ലോക്ക് ചെയ്യാത്തതുകൊണ്ട് പിന്നെ ടോൾ ചെയ്തിട്ടില്ലെന്ന്. പിന്നെ ലോക്ക് ഇപ്പോൾ ഞാൻ അറിയാതെ ചെയ്തതാണ്. ഫാൻറ്റി ഇവൻ്റ് ഫ്രീ സ്പിന്ന് വെറുപ്പിക്കലേ വാങ്ങണ്ട. പിന്നെ നമുക്ക് ഫ്രീ സ്പിന്നിൽ ഇത് കിട്ടി, അതിന് ഫാൻറ്റത്തിൻ്റെ സ്ലാപ്പ് കിട്ടി. ഓ 13 കിട്ടി. 12 ആ 325. ഓ യൂറോസിയുടെ 325. ഓ വലിയ ഹലോ, അവിടെ വേറെ ആളുകൾ നോക്കിയിട്ടുണ്ട് തള്ളാൻ അല്ലേ? ഇവൻ്റെ ഏകദേശം തീരാനായിക്കണ്. ഇപ്പോൾ വെറുതെ ഇങ്ങനെ നോക്കിയിരിക്കുക തന്നെ. അതെ, ഈ ഗ്രേപ്പസ് മെഡോസിനെ തരുമോ? ഇനി 2 കൂടി ഒപ്പിക്കണം. എൻ്റെ പേര് കിട്ടണ ബോംബാഡിയറോ വക്കീറോ. എടാ എൻ്റെ ഈ ബോംബാഡിയറോ വക്കീറോനെ എടുക്കട്ടെ. ആ 1 മില്യൺ ഇനി ഒരു സീക്രട്ട് കൂടി ഒപ്പിക്കണം. എൻ്റെ അടുത്ത് ഇനി ഉണ്ടാ അവസാനത്തെ സീക്രട്ട് ഇല്ലല്ലോ. അതെ, എൻ്റെ പൈസത്തെ ഫ്ലമിങ്ങിനെ വിറ്റാണ്, വെറുതെ എടുക്കണ്ട. ഈ അപ്പലിന് എൻ്റെ ആണ്. ഈ ഗെറ്റിറ്റോ സുണ്ട്രിലൊക്കെ കൊണ്ടുപോകണം. അതിൻ്റെ ഇന്നോട്ട് പിന്നെ എൻ്റെ സ്ഥലമില്ലടാ, അതുകൊണ്ട് എൻ്റെ സ്ഥലമില്ല. ഒന്നൊക്കെ താങ്ങുള്ളൂ.
ഇവരൊന്നും കിട്ടിയിട്ടില്ലടാ അപ്പോഴും. നമുക്ക് ബേസ് സ്കിൻസ് കൊടുക്കാത്തോ, കീസും കൊടുക്കാത്തോ, ബ്രെയിൻ റോട്ടും കൊടുക്കാത്തോ, അത്ര കൊടുക്കാത്തോ. എന്ത് അതിൻ്റെ അടുത്ത് സീക്രട്ട് ഒന്നും ഇല്ലല്ലോടാ. ഫ്യൂസ് മെഷീനെ പറ്റിയ സീക്രട്ട് ഒന്നും ഇല്ലല്ലോ. ചാണക സീക്രട്ടിനൊക്കെ അടുത്ത് വിറ്റുണ്ടാവൂലേ. ചാണക സീക്രട്സിനൊക്കെ അടുത്ത് വിറ്റുണ്ടാവൂലേ. പിന്നെ ഉള്ള എൻ്റെ അടുത്ത് 1.4 ഞാൻ ചിച്ചുണ്ണിയൊക്കെ ഉണ്ട്. പക്ഷേ ബ്രെയിൻ റോഡ് കോഡ് ചെയ്തുകൊണ്ട് ചാൻസ് അല്ല കുറയും. എടാ എൻ്റെ അടുത്ത് ആ ലോസ്ട്രിയോസും ചുറ്റാ. രണ്ടെണ്ണം ഏത് താഴത്തുള്ളതാ മേലുള്ളതാ? താഴത്തുള്ള ഇജങ്ക് തരാനുള്ളത് ആ തന്നില്ലേ. അത് വേണമെങ്കിൽ എനിക്ക് എടുക്കൊക്കെ ചെയ്യട്ടോ. എല്ലാ ബ്രെയിനോട്സിനുമായി തന്നെ. രണ്ടും ഞാൻ തന്നെ എൻ്റെ അടുത്തിടല്ല കേട്ടോ. ആൻ്റണിയെ എൻ്റെ ലാക്കുന്നതാ. ഇതെന്നെ അടിച്ചോ. ഇതെൻ്റെ ആണ്. ഞാൻ ഇപ്പൊ 3 ആൾക്കാർ ഇട്ട് നോക്കി. തീ ലക്കില്ലടാ. 3 ആൾക്കാർ ഇട്ട് നോക്കി ഞാന്. വേണ്ടങ്ങി ആരൊക്കെ കൊടുക്കണേ? അപ്പൊ ഇനി എത്ര 1.2.1 ആ 1 മില്യൺ പെർ സെക്കൻഡ് അതിലേ കിട്ടുള്ളൂ. ആ ഫസ്റ്റ് ആൾ 1 മില്യൺ പെർ സെക്കൻഡ് ആണ്. എൻ്റെ ചങ്ങായി കൊടുക്കണം. എൻ്റെ അടുത്ത് എടുത്തോ. അല്ല 2.2 മില്യൺ ആളെ താഴെ 1.2 മില്യൺ ആൾ കൊടുത്തോ. സീക്രട്ട് കെപ്രോസി 2.2. പിന്നെ ആരുള്ള 8 മില്യൺ ആളെ പിന്നെ ഇട്ടുകണ ചെയ്. പിന്നെ ആരൊക്കെയാ ഉള്ളത്? താഴത്ത് ഇവിടെ ഇതിനെടുത്തോ. ഇതാ ഗ്രേപ്പോസ് മെഡോസി. അതല്ല മറ്റേ 1.2. പിന്നെ ചാര കിട്ടുന്നത് 1.2. അത് 1.9 ആളല്ലേ. സാറിലൊക്കെ ഇല്ലല്ലോ. അടിയിൽ മറ്റേ മ്യൂട്ടേഷൻ്റെ ഇവൻറ്റും മറ്റേ ഇതിൻ്റെ ഉള്ളൂ. നമ്മളെ ഫ്യൂസ് മെഷീൻ്റെ ലക്കാണത്. ഫ്യൂസ് മെഷീൻ്റെ ലക്കാണ്. റിട്ടേൺ അടിച്ചാലൊക്കെ ആടാ കൊടുക്കണ്ട തന്നെ അല്ലേ. കൊടുക്കണമെങ്കിൽ ഫുള്ള് സീക്രട്സിനെ കൊടുക്കാനുള്ള.
അതെ അതൊക്കെ ഇതിലൊക്കെ കുഞ്ഞു ഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തില്ലേ ചേ? അപ്പം നാളേക്ക് നോക്കാം. ഇനി നാളെ എടുക്കുമ്പോൾ നോക്കാം. അടിയിലെന്തോ ഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. അടിയിലെന്തോ ഉണ്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വെച്ച് നിർത്തണം. അഡ്മിൻ എപ്പിസോഡിൻ്റെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അത് ലാസ്റ്റ് അവസ്ഥ. ഇനിയിപ്പോൾ വീഡിയോ എടുക്കണമെങ്കിൽ ഫുള്ള് ബോറടി എൻ്റെ സീൻസിന് കയറാം. ബൈ.